കബളിപ്പിച്ചത് യഥാർത്ഥത്തിൽ ആരാണ്? യഥാർത്ഥത്തിൽ കബളിപ്പിച്ചത് CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. യഥാർത്ഥത്തിൽ കബളിപ്പിച്ചത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ സർക്കാരാണ്. യഥാർത്ഥത്തിൽ വിശ്വാസികളെ കബളിപ്പിച്ചിരിക്കുന്ന അവരാണ്. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, ഇപ്പോ ശരിയാണ്, നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ സാമുദായിക ശക്തികൾ അത്തരത്തിൽ ഞങ്ങൾ പിന്തുണച്ചേക്കില്ല, ഇങ്ങോട്ടുള്ള വഴി മറന്നോ, ഇങ്ങോട്ട് ഇനി സമവായത്തിൽ വരേണ്ടതില്ല, ഞാൻ ആരെയും വിളിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറയുക എന്നുള്ളത് തന്നെയാണ് ഈ പറയുന്ന ആദർശത്തിന്റെ ഒരു ഉയർച്ച എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിൽ നേരിയ തോതിലുള്ള നീക്കുപോക്കുകൾ വേണമെന്നൊരു അഭിപ്രായം UDF-ൽ തന്നെ രൂപപ്പെടാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പം ഉമ്മൻചാണ്ടി ഈ പറയുന്ന എല്ലാ സാമുദായിക സംഘടനകളെയും കൃത്യമായി ഡീൽ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഏറെക്കുറെ രമേശ് ചെന്നിത്തല ആ വഴിയിലൊക്കെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് കോൺഗ്രസിന് നഷ്ടമാണോ അതോ ലാഭമാണോ എന്നൊക്കെ ചിന്തിക്കേണ്ടത്. ഇനി ലാഭമാണ് എങ്കിൽ അത് രാഷ്ട്രീയ ലാഭം മതി. ഈ പറയുന്ന വളരെ ആഘോഷിക്കപ്പെട്ട ചില വാക്കുകളുണ്ടല്ലോ, അവിടെ നിന്ന് നല്ല വന്നതെങ്കിൽ 4 വോട്ടിന് വേണ്ടി നട്ടല് വളയ്ക്കാനില്ല എന്ന നിലപാട് എടുക്കുകയാണെങ്കിൽ അതിനൊരു നഷ്ടമുണ്ടായാൽ അത് കോൺഗ്രസ് ഒറ്റക്കെട്ടായി നേരിടുമോ അതോ കുത്തിപ്പറച്ചിലുണ്ടാവുമോ? മാധു ഈ ചോദിക്കുന്ന ചോദ്യത്തിന് അങ്ങനെ അങ്ങോട്ട് ഉത്തരം പറയേണ്ട ഒരു ചോദ്യമല്ലല്ലോ. ഇവിടെ ആര് പറഞ്ഞു? ആരാ പറഞ്ഞത് അങ്ങോട്ടേക്ക് ഇനി ഞങ്ങൾ കയറില്ല, ഞങ്ങൾ ഇനി NSSന്റെ പഠിക്കലോട്ട് കയറില്ല? അങ്ങനെയൊന്നും ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞിട്ടില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. ഇല്ല അല്ല, താങ്കളുടെ ചോദ്യത്തിൽ അത്തരത്തിലാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആദ്യം പ്രതികരിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു, ഞങ്ങൾക്ക് എല്ലാ കാലത്തും NSSുമായി നല്ല ബന്ധം ഉണ്ടായി. ഈ ഒരു വിഷയമായതുകൊണ്ടാണ് NSSന്റെ കാര്യം ഞാൻ പറയുന്നത്. മറ്റ് സമുദായ സംഘടനകളുടെ പേര് പറയാത്തതുകൊണ്ട് ഇനി തെറ്റിദ്ധരിക്കണ്ട. അപ്പോൾ NSSുമായി എല്ലാ കാലത്തും നല്ല ബന്ധമാണ്, നല്ല കമ്മ്യൂണിക്കേഷനാണ്. ചിലപ്പോൾ ഇണക്കങ്ങളോ പിണക്കങ്ങളോ ചിലപ്പോൾ ചില പരിഭവങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അത് തീർക്കാൻ നല്ല ബോധ്യവും നല്ല ധാരണയും ഉള്ള നേതാക്കന്മാരാണ് കോൺഗ്രസിലുള്ളത്. ഇപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ രാഷ്ട്രീയ ബോധ്യത്തെ അല്ലെങ്കിൽ ഞങ്ങളുടെ നിലപാടിനെ അതിൻ്റെ അകത്ത് വെള്ളം ചേർക്കണം, അത്തരത്തിലൊന്നും ഇവിടെ ആരും ചിന്തിച്ചിട്ടുമില്ല, അങ്ങനെ ചെയ്യത്തുമില്ല. അങ്ങനെ ഒരു ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടോ യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ടോ കോൺഗ്രസ്സിന് ഞാൻ മുൻപ് പറഞ്ഞ പോലെ എല്ലാ കാലത്തും ഒരേ അഭിപ്രായമാണുള്ളത്. ഇവിടെ ഞാൻ ഒറ്റ കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നമ്മൾ ഈ ചർച്ചയ്ക്കിടയിൽ പറഞ്ഞല്ലോ NSSന് വന്ന ബോധ്യത്തെക്കുറിച്ച് താങ്കൾ ചോദിക്കുക. ഞാനല്ല പറഞ്ഞത്, താങ്കളുടെ സംസാരത്തിൽ നിന്ന് വന്നതാണ്. NSSന് ഏത് തരത്തിലാണ് അത്തരത്തിൽ മറിച്ച് ബോധ്യപ്പെടാനുള്ള എന്ത് സാഹചര്യമാണ് ഉള്ളത്? ഇപ്പം തന്നെ നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്ത മുഴുവൻ കേസുകളും ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിലൊന്നും മാറ്റം വന്നിട്ടില്ല. രണ്ടാമതായിട്ട് നമ്മുടെ ആചാര ലംഘനവുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുത്ത നിലപാട്, ആ നിലപാടിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമെന്ന് ഇപ്പോഴും പറയുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് CPMന്റെ പ്രതിനിധികൾ ചർച്ചയ്ക്കുണ്ടായിരുന്നു. ഞാനും ഇന്നലെ ഒരു ചർച്ചയ്ക്ക് പോയിരുന്നു. ഈ ചോദ്യത്തിനൊന്നും അവർ മറുപടി പറയുന്നില്ല. 2007 എന്താണോ എടുത്ത നിലപാട്, ആ നിലപാടിൽ ഞങ്ങൾ ഉറച്ചിരിക്കുന്നു എന്നുള്ളതാണ് സർക്കാരിൻ്റെ പ്ലീഡർ സുപ്രീം കോടതിയിൽ പറഞ്ഞത്. അതാണ് ആ ജഡ്ജ്മെന്റിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അന്നെടുത്ത നിലപാട് യുവതീ പ്രവേശത്തിന് അനുകൂലമാണ്, ഈക്വാലിറ്റി ബിഫോർ ലോ ആണ്, സ്ത്രീകൾക്ക് അവിടെ പോകാനുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കും, അത് ചെയ്തു കൊടുക്കേണ്ടതാണ് എന്നുള്ള സർക്കാരിൻ്റെ നിലപാടിൽ നിന്ന് ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല. പിന്നെ ഏത് കാര്യത്തിൽ വന്ന മാറ്റത്തിലാണ് വിശ്വാസം? ഇപ്പോൾ വാക്കാൽ പറയുകയാണ് ഞങ്ങൾ ആചാര ലംഘനം നടത്തില്ല എന്ന് ഗവൺമെന്റ് പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല. ഗവൺമെന്റ് എങ്ങനെയാണ് പറയേണ്ടത്? ഒരു സർക്കാർ പറയേണ്ടത്. ഇപ്പോൾ റിവ്യൂ പെറ്റീഷൻ അവിടെ നിൽക്കുന്നു, ആ റിവ്യൂ പെറ്റീഷനിൽ ഒരു നിലപാട് പറയാൻ തയ്യാറാണ്. ഇപ്പം നമ്മുടെ ജയദീപ് എന്ന് പറയുന്ന സ്റ്റാൻഡിംഗ് കൗൺസിലാണ് എന്നാണ് ഞാൻ ഓർക്കുന്നത്. ജയദീപ് എന്ന് പറയുന്ന സ്റ്റാൻഡിംഗ് കൗൺസിലിൻ്റെ പേരാണ് നമ്മുടെ ഓർഡറിൽ വന്നിരിക്കുന്നത്. അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് 2007 അതേ നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. അത് മാറ്റി പറയാൻ ഗവൺമെന്റ് തയ്യാറുണ്ടോ? അതിന് മറുപടി പറയാനില്ല. അപ്പോൾ അങ്ങനെ യാതൊരു തരത്തിലും നമുക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ, സാധാരണ ഒരു വിശ്വാസിക്ക് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു നിലപാട് മാറ്റവും ഇപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. പിന്നെ എന്താണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? 2026 വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ട് 10ാമത്തെ വർഷം ഒരു അയ്യപ്പ സംഗമം നടത്തുന്നു, വികസന പ്രവർത്തനത്തിനാണ് എന്ന്
പറയുന്നു. എന്ത് വികസന പ്രവർത്തനമാണ് അവിടെ ചർച്ച ചെയ്തത്? ഈ കാലം ഇത്രയും ഈ കഴിഞ്ഞ 9 വർഷമായിട്ട് എന്ത് വികസനമാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത്? പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും സൗകര്യമില്ലാത്ത ഒരു സാഹചര്യം ശബരിമലയിലുണ്ട്. അവിടെ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാകാതെ പെട്ടെന്നൊരു യു ടേൺ, ആ വാക്ക് ഞാൻ ഉപയോഗിച്ചല്ലോ, യു ടേൺ NSSന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് കൊണ്ടാണ് ഇത്രയേറെ ഇതിലൊരു എന്താണ് സംഭവിക്കുന്നതെന്ന് സംബന്ധിച്ച ആകാംക്ഷ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ്. അതല്ലാതെ വളരെ ഈ പറയുന്നത് പോലെ ഓരോ കാലങ്ങളിലായി ഉണ്ടായ മാറ്റമോ ഓരോ കാലങ്ങളിലുണ്ടായ അഭിപ്രായ സമവായമോ ഐക്യമോ കൊണ്ട് ഉണ്ടാകുന്ന ഒരു പുതിയ പിന്തുണ എന്ന നിലയ്ക്കാണെങ്കിൽ ഇങ്ങനൊരു ചോദ്യങ്ങളെ ഉണ്ടാവില്ല. NSSന് ഈ സമയത്ത് CPM-നോട് പെട്ടെന്ന് ഇത്രയും കാലം അങ്ങ് പറഞ്ഞതുപോലെ ഒരു മാറ്റവും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതിരുന്നിട്ട് ഒരു സുപ്രഭാതത്തിലുണ്ടാകുന്ന മാറ്റം എന്നുള്ളത് തന്നെയാണ് അതിന്റെ ആകാംക്ഷ. ഞാനും അങ്ങും പറഞ്ഞു ഒന്ന് തന്നെയാണ്. അല്ല അതെ, അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അവർക്കത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് പറയുമ്പോഴും NSSന്റെ ഉള്ളിൽ തന്നെ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനെക്കുറിച്ച് കമന്റ് ചെയ്യുവാനോ പറയുവാനോ ഞങ്ങൾ ആളുകളല്ല, ഞങ്ങൾ കോൺഗ്രസ്സുകാരല്ല അത് പറയേണ്ടത്. അത് അവരാലോചിച്ച് തീരുമാനമെടുക്കേണ്ട കാര്യങ്ങളാണ്. അവരാലോചിച്ച് തീരുമാനിക്കട്ടെ. എന്ത് തന്നെ ആയാലും ഇതിൻ്റെ അകത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒറ്റ കാര്യമുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് ഈ ആചാരത്തിന്റെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള നിലപാട് മാറ്റവും വന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ അയ്യപ്പ സംഗമത്തെക്കുറിച്ച് 3 ചോദ്യങ്ങൾ ചോദിച്ചു. അത് ചോദിക്കേണ്ടത് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പൊ തന്നെ ഏറ്റവും അവസാനം ഉണ്ടായ സംഭവം, ഇപ്പൊ ഈ നിയമസഭാ സമ്മേളനത്തിൽ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയം കൊണ്ടുവരണമെന്ന് പറഞ്ഞു. 4.5 കിലോ സ്വർണം കാണുന്നില്ല. കൊള്ളയും കൂടി അവിടെ നടന്നു. അവിടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നടത്താനുള്ള സൗകര്യമില്ല ശബരിമലയിൽ എന്നതിലൊക്കെ അപ്പുറമായിട്ട് അവിടെ 4.5 കിലോ സ്വർണം കാണുന്നില്ലെന്നേ. 1 വർഷക്കാലമാണ് അത് ദേവസ്വം ബോർഡിന്റെ ഓഫീസിൽ കൊണ്ടുവച്ചത്. എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും അറിയില്ല, അന്വേഷണമില്ല. അതിനെക്കുറിച്ച് അടിയന്തര പ്രമേയം കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ അത് സമ്മതിക്കുന്നില്ല ഗവൺമെന്റ്. എല്ലാം ഞങ്ങൾ കൊണ്ടുവരുന്നു, എല്ലാം ഞങ്ങൾ ചർച്ച ചെയ്യും എന്ന് പറയുന്ന സ്പീക്കർ അത് അനുവദിക്കുന്നില്ല. അതിന്റെ കാരണം എന്താണ്? അവിടെ എന്താണ് സംഭവിച്ചത്? ഇതറിയാൻ ഇവിടുത്തെ വിശ്വാസിക്ക് അല്ലെങ്കിൽ ഒരു പൊതുജനങ്ങൾക്ക് അതിനുള്ള അവകാശമില്ലേ? അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ഇവിടെ പറയാം. താങ്കൾ ചോദിച്ച ശരിയായ ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് കഴിഞ്ഞ 10-15 വർഷമായിട്ട് നിയമനിർമ്മാണം നടത്തുമെന്ന് പറഞ്ഞിട്ടും ഭാരതീയ ജനതാ പാർട്ടിക്ക് അത് നടത്താൻ കഴിയാത്തത്? ഇപ്പോൾ പ്രിയപ്പെട്ട ഉല്ലാസ് ബാബു പറഞ്ഞു അത് ഞങ്ങൾ വേണ്ട സമയത്ത് വേണ്ടതുപോലെയൊക്കെ ചെയ്തോളാം. അത് നമുക്ക് പാർട്ടി മീറ്റിംഗിൽ പറയാം. വേണ്ട സമയത്ത് നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങൾക്ക് ചർച്ച ചെയ്യാം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ തീരുമാനിക്കാം. പക്ഷേ വിശ്വാസികളോട് നിങ്ങൾ കൊടുത്തൊരു ഉറപ്പുണ്ട്, നിയമനിർമ്മാണം നടത്തുമെന്ന് പറഞ്ഞു. അന്ന് നാമജപ ഘോഷയാത്രകളോടൊപ്പം BJP കൂടുമ്പോൾ അവർ പറഞ്ഞത്, അവരുടെ നേതാക്കന്മാർ പ്രഖ്യാപിച്ചത് നിയമനിർമ്മാണം നടത്തുമെന്നാണ്. അത് ചെയ്യാൻ കേന്ദ്ര ഗവൺമെന്റിന് പറ്റും, അത് ചെയ്യാൻ സംസ്ഥാന ഗവൺമെന്റിന് പറ്റും. ഇത് കോൺഗ്രന്റ് ലിസ്റ്റിൽ പെട്ടതായതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന് നിയമനിർമ്മാണത്തിനുള്ള എല്ലാ അവകാശവുമുണ്ട്. പക്ഷേ ഈ 2 ഗവൺമെന്റുകളും ഇത്തരം കാര്യങ്ങൾക്ക് തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞാൽ കബളിപ്പിച്ചത് യഥാർത്ഥത്തിൽ ആരാണ്? യഥാർത്ഥത്തിൽ കബളിപ്പിച്ചത് CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. യഥാർത്ഥത്തിൽ കബളിപ്പിച്ചത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ സർക്കാരാണ്. യഥാർത്ഥത്തിൽ വിശ്വാസികളെ കബളിപ്പിച്ചിരിക്കുന്നവരാണ്. ഇപ്പോൾ 2026 ഒരു തെരഞ്ഞെടുപ്പ്. വിശ്വാസികളുടെ കാര്യത്തിൽ ഈ പറയുന്ന ഇന്നലെയും പറഞ്ഞൊരു കാര്യമാണ്, വിശ്വാസികളുടെ കാര്യത്തിൽ ഈ പറയുന്ന കോൺഗ്രസോ BJPക്കോ CPM-നോ എടുക്കാൻ കഴിയുന്നതിനേക്കാൾ ആധികാരികമായ നിലപാട് പറയാൻ കഴിയുന്നത് സാമുദായിക ശക്തികൾക്കാണ്, അല്ലെങ്കിൽ സാമുദായിക വിഭാഗങ്ങൾക്കാണ്, അതിന്റെ നേതൃത്വത്തിനാണ് എന്നൊക്കെയുള്ളതാണല്ലോ നമ്മുടെ ഒരു പൊതുവെപ്പ്. അപ്പൊ ആ നിലയ്ക്ക് ഇപ്പോൾ NSS പറയുന്നത് സർക്കാരിന് വിശ്വാസമുണ്ട്, സർക്കാർ ആചാര ലംഘനത്തിന് സാധ്യമാകുന്ന സാഹചര്യത്തിൽ പോലും അത് ചെയ്തില്ല. പക്ഷേ കോൺഗ്രസ് കബളിപ്പിച്ചു, BJP നിയമനിർമ്മാണം നടത്താം എന്ന് പറഞ്ഞ് പറ്റിച്ചു എന്നുള്ളതാണ്. അതാണ് അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആകാംക്ഷ പെട്ടെന്ന് ഉണ്ടാക്കുകയും ഈ ചർച്ചകൾക്കൊക്കെ വഴിവെക്കുകയും ചെയ്തത്.